Good morning, students. In the last class, we discussed about the variation theorem, its proof and illustration using a particle in a one-dimensional box. In today's class, we will try to apply variation theorem in different systems. First example we are considering is chemical bonding in H2+. So, hydrogen molecule, it is in the ionic form, that is removed one electron so that we will get H2+. So, H2+ contains three particles. They are two protons in the nucleus and one electron in the which is surrounding this nucleus. So, first proton in the nucleus is represented by the letter A and the second one is represented by the letter B. And the electron is situated at a distance Ra from the nucleus A and Rb from the nucleus B. The distance between the two nuclei is R. രണ്ട് ആറ്റം ആണല്ലോ ഉള്ളത്, രണ്ട് ഹൈഡ്രജൻ ആറ്റം ആണോ ഉള്ളത്. അതുകൊണ്ട് ഒരു ന്യൂക്ലിയസ് എ എന്ന് റെപ്രസെന്റ് ചെയ്തു, നമ്മൾ മറ്റൊരു ന്യൂക്ലിയസ് ബി എന്ന് റെപ്രസെന്റ് ചെയ്തു. ഈ രണ്ട് ന്യൂക്ലിയസും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ആറാണ്, ക്യാപിറ്റൽ ആറാണ്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത്. സോ ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ ദ സിസ്റ്റം ക്യാൻ ബി റിട്ടൺ ആസ് എച്ച് ഐ ഇസ് ഈക്വൽ ടു ഇ സൈ. So that is equal to minus h cross square by 2m del square plus 1 by 4 pi epsilon 0. Now coming to the potential energy, the interaction between this A proton from the hydrogen nucleus A to this electron is എന്തായിരിക്കും E into E, that is minus E square by the distance is Ra. So that is minus E square by Ra for the proton and the electron considering the nucleus B, that also will be equal to minus E square by Rb. Now the interaction between the positively charged nucleus, the potential energy is equal to plus E into plus E, that is E square by distance between them is R. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചു, അത് നമ്മളുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഫോർ ദ സിസ്റ്റം. Now, നമ്മളുടെ വേരിയേഷൻ തിയറത്തിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഫസ്റ്റ് വി ഹാവ് ടു ഡിഫൈൻ എ ട്രയൽ ഫംഗ്ഷൻ ബൈ സ്റ്റഡിയിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്തിട്ട് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രയൽ ഫംഗ്ഷൻ നമ്മൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ട്രയൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അസംഷൻ എടുക്കുകയാണ്. അസംഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഇതൊരു ന്യൂക്ലിയസ് ആണെന്ന് നമ്മൾ പറഞ്ഞു, ഇത് മറ്റൊരു ന്യൂക്ലിയസ് ആണെന്ന് പറഞ്ഞു. when ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസിന് രണ്ട് ന്യൂക്ലിയയ്ക്കും ചുറ്റും എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. It is assumed that when the electron is near the nucleus A, ഈ ന്യൂക്ലിയസിന്റെ അടുത്ത് നമ്മളുടെ ഇലക്ട്രോൺ വരുമ്പോൾ the interaction between that electron and the nucleus B is very small and can be completely neglected. അപ്പോൾ ഈ ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺ എ എന്ന് പറയുന്ന ന്യൂക്ലിയസിന്റെ അടുത്ത് വരുമ്പോൾ ബിയുമായിട്ട് യാതൊരു ഇന്ററാക്ഷനും ഇല്ല. അതുപോലെ തന്നെ ആ ഇലക്ട്രോൺ ബി എന്ന് പറയുന്ന ന്യൂക്ലിയസിന്റെ അടുത്ത് എത്തുമ്പോൾ the interaction with the nucleus A is also very small and can be neglected. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Now, അപ്പോൾ നമ്മുടെ ഇലക്ട്രോൺ എയുടെ അടുത്തായിരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ വേവ് ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതായത് ഇപ്പം നമ്മൾ ഹൈഡ്രജൻ ആറ്റമാണ്, രണ്ട് ഹൈഡ്രജൻ ആറ്റം ചേർന്നുണ്ടാകുന്ന ഹൈഡ്രജൻ മോളിക്യൂളിനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വരുമ്പോൾ ഇലക്ട്രോൺസ് എപ്പോഴും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് 1s ഓർബിറ്റലിലായിരിക്കും. 1s ഓർബിറ്റലിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, when the electron is near the nucleus A, the wave function can be 1s A into a constant. When it is near B, that can be accounted by taking psi as 1s B into a constant. അപ്പോൾ നമ്മളുടെ ഒരു ഇലക്ട്രോൺ രണ്ട് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുകയാണ്. എയുടെ അടുത്തായിരിക്കുമ്പോൾ അത് 1s A കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ബിയുടെ അടുത്തായിരിക്കുമ്പോൾ നമുക്ക് 1s B കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേരുന്നതാണ് നമ്മളുടെ ആക്ച്വൽ മോളിക്യൂൾ എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രജൻ
H2 പ്ലസ് എന്ന് പറയുന്നത് ഈ രണ്ട് സിറ്റുവേഷനെയും കൂടി ഒന്നിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടി, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു സൈയും രണ്ട് സിറ്റുവേഷൻസ് കണക്കിലെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തു. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ രണ്ട് സിറ്റുവേഷനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ട്രയൽ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ കൺസിഡറിങ് ഓൾ ദീസ് വി ഡിഫൈൻഡ് the trial function phi as CA1SA plus CB1SB. ഇതാണ് നമ്മളുടെ ട്രയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ. Now coming to the variation theorem. Now we are going to calculate the actual or average energy of the system epsilon. നമ്മൾ ആ ട്രയൽ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മളുടെ വേരിയേഷൻ തിയറം. Epsilon, that is equal to phi star h phi d tau divided by phi star phi d tau, which is greater than or equal to E0, the ground state energy of the system. Now, substituting for phi star and phi, that is CA1SA plus CB1SB, ഇതാണ് നമ്മുടെ phi എന്ന് പറയുന്നത്. ഇതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്തു, then phi നമ്മൾ എടുത്തു, d tau, CA1SA നമ്മൾ അതിനെ എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് റിയൽ പാർട്ടുകൾ മാത്രമേ ഉള്ളൂ, ഇമാജിനറി പാർട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കോംപ്ലക്സ് കോൺജുഗേറ്റ് സെയിം ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെപ്പറേറ്റ് ഒന്ന് എടുത്ത് സോൾവ് ചെയ്ത് നോക്കാം, അതായിരിക്കും എളുപ്പം. അതുകൊണ്ട് ഡിനോമിനേറ്റർ എടുക്കുകയാണ്, phi star phi d tau ഇന്റഗ്രൽ. സോ CA1SA plus CB1SB the whole square into d tau, കാരണം കോംപ്ലക്സ് കോൺജുഗേറ്റും ഫംഗ്ഷനും ഒന്ന് തന്നെ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a plus b the whole squareന്റെ ഫോമിലാണ്. സോ വി ക്യാൻ എക്സ്പാൻഡ് ഇറ്റ് as CA square 1SA square d tau to CA CB 1SA 1SB d tau, then CB square 1SB square d tau. സോറി, അവിടെ ഒരു d tau ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ 1SA എന്ന് പറയുന്നത് എന്താണ്? 1s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആണ്, വിച്ച് ഇസ് നോർമലൈസ്ഡ്. അതുകൊണ്ട് 1SA സ്ക്വയർ d tau ഇന്റഗ്രൽ 1SA സ്ക്വയർ d tau എന്ന് പറയുന്നത് 1 ആണ്, നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആയതുകൊണ്ട്. CA എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, സോ ഇറ്റ് ഇസ് ഈക്വൽ ടു CA സ്ക്വയർ. ഈ ഇന്റഗ്രൽ 1 ആയി പോയി. ഇനി ഇവിടെയും അതുപോലെ തന്നെ 1SB സ്ക്വയർ d tau എന്ന് പറയുന്നത് 1 ആയി പോകും. ഇതാണ് അതിന്റെ ഇട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പൊ അത് CB സ്ക്വയർ മാത്രമാകും. ഇനിയുള്ളത് 2CACB ഇന്റഗ്രൽ 1SA 1SB d tau എന്നുള്ളതാണ്. We are replacing 1SA 1SB d tau. Integral 1SA 1SB d tau is replaced by S, which is known as the overlap integral. Capital S ആണ്, capital S വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ that becomes 2CACB into S. ഈ overlap integral എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ it is a measure of the overlap of the wave function. Atomic orbitals എത്രമാത്രം effective ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു മെഷർ ആണ് ഓവർലാപ്പ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. That is represented by the letter S. ഇനി നമ്മളുടെ ന്യൂമറേറ്റർ പോർഷൻ ആണ് phi star h cap phi d tau. നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്യുന്നു, നിങ്ങൾ ചെയ്ത് നോക്കിക്കോണം കേട്ടോ. ഇത് 1SA h cap 1SA d tau എന്ന് വരും. ഇത് ഈ റിയൽ കോൺസ്റ്റൻസ് നമ്മൾ വെളിയിലെടുത്ത് കഴിയുമ്പോൾ expand ചെയ്യുമ്പോൾ. So it is 1SA h cap 1SA d tau and it is replaced by HAA. ഇവിടെ അതുപോലെ തന്നെ CACB വെളിയിൽ വന്നു, then it is 1SA h 1SB and that is replaced by HAB. അതുപോലെ തന്നെ 1SB 1SA എന്ന് വന്നു വെച്ചാൽ എയും ബിയും തിരിഞ്ഞു വന്നു. Then that is 1SB h 1SB, that is equivalent to it is replaced by HBB. ഇനി നമ്മൾ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കുമ്പോൾ it is CA square HAA plus 2CACB HAB plus CB square HBB. ഇവിടെ വന്നത് എന്താണ്? CACB HAB CACB HBA ആണ്. ഇതിനകത്ത് HABയും HBAയും എങ്ങനെ ഒന്നാകുന്നു എന്നുള്ളതാണ്. അത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് എങ്ങനെ ഒന്നായി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ is a Hermitian operator. ഹെർമീഷ്യൻ ഓപ്പറേറ്ററിന്റെ കണ്ടീഷൻ എന്താണ്? ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താലും വാല്യൂവിൽ വ്യത്യാസമൊന്നും വരത്തില്ല എന്നുള്ളതാണ് നമ്മുടെ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിനോമിനൻ എന്ന് പറയുന്നത്. സോ
ഇവിടെ 1sa 1sb എന്നുള്ളത് 1sb 1sa ആയതേ ഉള്ളൂ. അതായത് ഈ ഓർഡർ, അതായത് ഓർബിറ്റൽസിന്റെ ഓർഡർ ഒന്ന് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. Since it is a Hermitian operator, this becomes equal, that is HAB is equal to HBA. So that we can write it as 2CACB HAB. അപ്പോൾ ന്യൂമറേറ്ററും സോൾവ് ചെയ്തു, ഡിനോമിനേറ്ററും സോൾവ് ചെയ്തു. ഇനി നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾക്ക് എന്താ വേണ്ടത്? സി എ സി ബി എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻസ് ആണ്. നമ്മളപ്പോൾ ആ കോൺസ്റ്റൻസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രമിക്കാൻ പോവാണ്. So as you know, epsilon is a function of CA and CB. To solve CA and CB, what we are going to take the minimum value of epsilon. Minimum value എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ലോവസ്റ്റ് വാല്യൂവിന്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ functions will be equal to 0. ഇത് മാത്സിലെ ഒരു തിയറി ആണ്. So we are going to differentiate epsilon with respect to CA first and then differentiate epsilon with respect to CB. First of all, let us consider differentiation of equation 3 with respect to CA. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. That is epsilon into CA square into CB square into 2CA CBS is equal to CA square HAA plus CB square HBB plus 2CA CB HAB. ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. വിത്ത് റെസ്പെക്ട് ടു CA ഉണ്ട് കേട്ടോ, ഇവിടെ എഴുതിക്കോണം. വിത്ത് റെസ്പെക്ട് ടു CA. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിക്കോളുക. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു വാല്യൂ കിട്ടും. ഇങ്ങനൊരു വാല്യൂ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നു ഡോ എപ്സിലോൺ ഡിവൈഡഡ് ബൈ ഡോ CA is equal to 0 since it is minimum. അപ്പോൾ ഈ ഒരു ടേം അങ്ങ് ഇല്ലാതെ ആകും. പിന്നെ എന്താണ് പിന്നെ വരുന്നത്? ഇത് ഇങ്ങനെ വരും ഇക്വേഷൻ. ഇതിനകത്തെല്ലാം ഒരു 2 കോമൺ ഫാക്ടർ ആയിട്ട് കിടപ്പുണ്ട്. നമുക്ക് അതിനെ അങ്ങ് കളയാം. then it is equal to this much. ഇനി നമ്മൾ CA ടേംസ് എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവരുന്നു. CA ടേംസ് എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവരുമ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? CA into HAA minus epsilon is equal to CB into CA terms ഒന്നിച്ചുകൊണ്ട് CB terms ഒന്നിച്ചുകൊണ്ട് is equal to minus CB into HAB minus epsilon s. Then ഈ മൈനസ് ആണ്, അതിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ അത് പോസിറ്റീവ് ആയി. That is equal to 0. അതവിടെ നിൽക്കട്ടെ. Now we are going to differentiate epsilon with respect to CB. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് കിട്ടും ഇവിടെ എന്താണ്? CB ഇൻറ്റു ഇവിടെ CAക്ക് പകരം CB ആയി, HAക്ക് പകരം HBB ആയി, മൈനസ് എപ്സിലോൺ ഇവിടെ CBക്ക് പകരം CA and HAB minus epsilon s is equal to 0. Now equations 6 and 7 are secular equations and can be written in the form of a matrix. നമ്മളപ്പോൾ അതിനെ ഒരു മെട്രിക്സിന്റെ ഫോമിൽ എഴുതുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ളതായിരിക്കും, നിങ്ങൾക്ക് അറിയാമായിരിക്കും. So it is written in the form of a matrix. This is the two parts of this matrix that we are writing, and it is equal to 0. Now, ഒന്നിൽ ഈ ഭാഗം 0 ആകണം, അല്ലെങ്കിൽ ഈ ഭാഗം 0 ആകണം. ഈ ഭാഗം, അതായത് CACB can never be equal to 0. കാരണം എന്താണ്? നമ്മളുടെ CA1SA എന്നാണ് നമ്മളുടെ ഇക്വേഷൻ, പ്ലസ് CB1SB ആണ്. CACB 0 ആയി പോവുകയാണെങ്കിൽ നമ്മൾ എടുത്ത ട്രയൽ ഫംഗ്ഷൻ ആസ് എ ഹോൾ വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ പിന്നെ എന്ത് മാത്രമേ 0 ആകാൻ പറ്റുള്ളൂ? ഡിറ്റർമിനന്റ് ഓഫ് ദിസ് പാർട്ട് ഓഫ് ദ മെട്രിക്സ് ക്യാൻ ബി ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക. ഇതാണ് 0 ആകാൻ പോകുന്നത്. സോ വി ഹാവ് ടു ടേക്ക് ദ ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മെട്രിക്സ്, and this is equal to HAA into HAA minus E into HBB into E minus HAB minus ES into epsilon s into HAB minus epsilon s is equal to 0. നമ്മൾ പറയുന്നത് ഇനിയിപ്പോൾ ഇതിനകത്ത് HAA ഉണ്ട്, HBB ഉണ്ട്. ഇതിനകത്ത് രണ്ടിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടും ഹൈഡ്രജൻ ആറ്റം ആണ്. അതിനകത്ത് 1s ഓർബിറ്റൽ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം ഏതെടുത്താലും അതിന്റെ 1s ഓർബിറ്റൽസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. 1s ഓർബിറ്റൽസ് എല്ലാവരുടെയും ഐഡന്റിക്കൽ ആയിരിക്കും. അപ്പോൾ HA എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ 1SA and 1SA. Here it is interaction between 1SB and 1SB. So these two are equal. So we can say that HAA minus epsilon is equal to HBB minus epsilon, or HAA is equal to HBB.
അപ്പൊ നമ്മൾ അവിടെ എച്ച് എ മൈനസ് എപ്സിലോൺ എന്നുള്ളതിനെ നമുക്ക് ഇതും എച്ച് എ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എച്ച് എ മൈനസ് എപ്സിലോൺ ദ ഹോൾ സ്ക്വയർ, ഇതിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്, ഈ ഭാഗത്തിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എച്ച് എ ബി മൈനസ് എപ്സിലോൺ എസ് ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ രണ്ട് സൈഡിൽ നിന്നും കളയുക, സോൾവ് ചെയ്യുക, സോൾവ് ഫോർ എപ്സിലോൺ. നമ്മുടെ എപ്സിലോണിന് വേണ്ടി നമ്മൾ സോൾവ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന എന്താണ്? എച്ച് എ എ മൈനസ് എച്ച് എ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് എസ് എന്ന് കിട്ടും. സോറി, അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് ഇവിടെ നമ്മൾ എച്ച് എ ബി എച്ച് എ മൈനസ് എപ്സിലോൺ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് എ ബി മൈനസ് എപ്സിലോൺ എസ് എന്നാണ് നമ്മൾ സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഈ സ്ക്വയർ കളയുമ്പോൾ ദിസ് വാല്യൂ ക്യാൻ ബി പോസിറ്റീവ് ഓർ എ നെഗറ്റീവ് വാല്യൂ. ദാറ്റ് ഇസ് 4 is equal to 4 is equal to പ്ലസ് ഓർ മൈനസ് നിൽക്കുന്നില്ല, 2ന്റെ സ്ക്വയർ ആണല്ലോ 4 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ 4 എന്ന് എടുക്കുകയാണെങ്കിൽ ദിസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം 2. മൈനസ് 2ന്റെ സ്ക്വയർ എടുത്താലും പ്ലസ് 2ന്റെ സ്ക്വയർ എടുത്താലും നിങ്ങൾക്ക് കിട്ടുന്നത് 4 തന്നെയായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇതിന്റെ സ്ക്വയർ ആണ്, ഇതിന്റെ സ്ക്വയർ എടുക്കുന്നതാണ് ഇത്. അല്ല സോറി, 2 സ്ക്വയർ ആണ് 4 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പ്ലസ് ഓ മൈനസ് 2 സ്ക്വയർ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അതായത് എച്ച് എ എ മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് എച്ച് എ ബി മൈനസ് എപ്സിലോൺ എസിന്റെ പോസിറ്റീവ്ലി ചാർജ്ഡ് ഫാക്ടർ കമ്പോണന്റ് ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് കമ്പോണന്റ് ആകാം. വി ക്യാൻ ടേക്ക് ഐദർ ദ പോസിറ്റീവ് വാല്യൂ ഓർ ദ നെഗറ്റീവ് വാല്യൂ, ബോത്ത് ആർ അക്സെപ്റ്റബിൾ. അപ്പൊ നമ്മളിപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഇത്. Now we have to consider the negative value also. When we are considering the negative value, HAA minus epsilon is equal to minus HAB minus epsilon S, and then epsilon will be equal to HAA plus HAB by 1 plus S. അപ്പോൾ ഈ എന്ന് പറയുന്നതിന് രണ്ട് വാല്യൂസ് പോസിബിൾ ആണ്. ദാറ്റ് ഇസ് ഇവിടെ ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആകുന്ന ഒരു വാല്യൂ, ഇവിടെ ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂ ആകുന്ന ഒരു വാല്യൂ നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സി എ ആൻഡ് സി ബി. നമ്മുടെ ഇക്വേഷൻ 6 എന്ന് പറയുന്നത് എന്താണ്? സി എ ഇൻറ്റു എച്ച് എ മൈനസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു സി ബി ഇൻറ്റു എച്ച് എ ബി മൈനസ് എപ്സിലോൺ എസ് ആണ്. ഇക്വേഷൻ 9ൽ നിന്ന് നമുക്ക് കിട്ടി എച്ച് എ മൈനസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു എച്ച് എ ബി മൈനസ് എപ്സിലോൺ എസ്. ഇതും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി, പോസിറ്റീവ് വാല്യൂ നമ്മൾ എടുത്തപ്പോൾ. സോ അത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സി എ ഈസ് ഈക്വൽ ടു, ഇത് പുറത്ത് വരും, സി എ ഈസ് ഈക്വൽ ടു മൈനസ് സി ബി എന്ന് കിട്ടി. സോ ഫൈ ഈസ് ഈക്വൽ ടു സി എ 1sa പ്ലസ് സി ബി 1sb ആണ്. സി ബി 1sb എന്ന് പറയുന്നത് മൈനസ് സി എ ആണ്. സോ ഇറ്റ് ഇസ് മൈനസ് സി എ 1sa 1sb. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു സി എ ഇൻറ്റു 1sa മൈനസ് 1sb. സോ ഫൈ ഇസ് നോർമലൈസ്ഡ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നോർമലൈസ്ഡ് ആണെങ്കിൽ എന്താണ് അതിന്റെ കണ്ടീഷൻ? ഇവിടെ ഒരു ഇന്റഗ്രൽ ഉണ്ട്. ഇന്റഗ്രൽ 0 to infinity 5 star 5 d tau should be equal to 1. സി എയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ നമ്മളിവിടെ സി എ ഇൻറ്റു 1sa മൈനസ് 1sb ദ ഹോൾ സ്ക്വയർ d tau ഈസ് ഈക്വൽ ടു 1 എന്ന് എടുത്തു. സി എ കോമൺ ആണ്, കോൺസ്റ്റന്റ് ആണ്, വെളിയിൽ എടുത്തു. സോ ഇറ്റ് ഇസ് 1sa സ്ക്വയർ d tau മൈനസ് നമ്മുടെ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് അറിയാം 1sa സ്ക്വയർ 1 ആണ്, 1sb സ്ക്വയർ 1 ആണ്. 1sa 1sb എന്ന് പറയുന്നത് 1sa 1sb ഇവിടെ സ്ക്വയർ ഇല്ല, 2 1sa 1sb d tau ആണ് കേട്ടോ, ഇവിടെ ഈ സ്ക്വയർ ഇല്ല കേട്ടോ. സോ 1sa 1sb എന്ന് പറയുന്നത് എന്താണ്? സോറി, ഇന്റഗ്രൽ 1sa 1sb d tau എന്ന് പറയുന്നത് s ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2s. ഇത് 1 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഇതിനെ സോൾവ് ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും? സി എ ഈസ് ഈക്വൽ ടു 1 ബൈ 2 ഇൻറ്റു 1 മൈനസ് എസ് എന്ന് കിട്ടും. അതുപോലെ തന്നെ ഫൈ ഈസ് ഈക്വൽ ടു സി എ ഇൻറ്റു 1sa പ്ലസ് 1sb നമ്മൾ എടുക്കുകയാണെങ്കിൽ സി എ ഈസ് ഈക്വൽ ടു 1 ബൈ 2 ഇൻറ്റു 1 പ്ലസ് എസ് എന്ന് വരും. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്? സി എയുടെ വാല്യൂ കിട്ടി. സി എ തന്നെയാണ് സി ബി എന്ന് പറയുന്നത്. ഇവിടെ സി എ ബിക്കംസ് ഈക്വൽ ടു സി ബി എന്ന് വരും. ഈ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സി എ സി ബി ഒരുപോലെ തന്നെയാണ്. മറ്റത് സി എ ഈസ് ഈക്വൽ ടു മൈനസ് സി ബി എന്ന് കിട്ടി. ഇവിടെ സി എ ഈസ് ഈക്വൽ ടു സി ബി എന്ന് കിട്ടും. ഇപ്പൊ നമ്മളിവിടെ സോൾവ് ചെയ്തില്ലേ?
ഇവിടെ ഇപ്പോൾ സോൾവ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് സി ബിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതായത് സി എ ഈസ് ഈക്വൽ ടു സി ബി എന്ന് വരും. അപ്പോൾ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, സി എ ഇൻറ്റു 1s a പ്ലസ് 1s b എന്ന് കിട്ടും 5. അപ്പോൾ നമ്മൾ അതിനെ വീണ്ടും നോർമലൈസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇത്. സോ 5 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 1 ബൈ 2 ഇൻറ്റു 1 പ്ലസ് എസ് എന്ന് കിട്ടി, റൂട്ട് ഓഫ് 2 ഇൻറ്റു 1 പ്ലസ് എസ് എന്ന് കിട്ടി. അതുപോലെ തന്നെ 5 is equal to 1 by 2 into 1 minus s എന്ന് കിട്ടി, root of 1 minus 2s എന്ന് കിട്ടി. അപ്പോൾ 5 can have two values, that is 1 plus 2 into 1 plus s എന്ന് വരുന്നതും 2 into 1 minus s എന്നും വരുന്ന രണ്ട് വാല്യൂസ് നമ്മളുടെ 5ക്ക് പോസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എപ്പോഴും കൺസ്ട്രക്റ്റീവ് ആയിട്ട് വരുന്നത്, അതായത് അഡീഷൻ വരുന്നത് 1s a പ്ലസ് 1s b എന്ന് പറയുന്ന അഡീഷൻ ആണ്. അഡീഷൻ വരുമ്പോഴത്തേക്കും കൺസ്ട്രക്റ്റീവ് വഴി, പോസിറ്റീവ് അഡീഷൻ വഴി ഉണ്ടാവുന്നത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും, നെഗറ്റീവായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ വഴി കിട്ടുന്നത് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസുമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് രണ്ട് വേവ് ഫങ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം എനർജി ആണെങ്കിൽ നമുക്ക് കിട്ടിയത് ഈ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന എനർജി വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് വേവ് ഫങ്ഷൻസിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കിട്ടി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ വേരിയേഷൻ തിയറം. We can use variation theorem to explain the chemical bonding in H2+. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് ആണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. H2+ലെ കെമിക്കൽ ബോണ്ടിങ് ആണ്, അതായത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനെ നമ്മൾ കണ്ടുപിടിച്ചു, ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനെ നമ്മൾ കണ്ടുപിടിച്ചു, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി വാല്യൂ നമ്മളിവിടെ ഡിറൈവ് ചെയ്തെടുത്തു. അങ്ങനെ ഇതാണ് നമ്മളുടെ വേരിയേഷൻ തിയറം ആപ്ലിക്കേഷൻ ഇൻ ദ ഫോർമേഷൻ ഓഫ് മോളിക്കുലാർ ഹൈഡ്രജൻ അയോൺ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.